ഹല്ലേലൂയ. നമുക്ക് അതിന് ആധാരമായിട്ട് 1 Peter chapter 1 verse 1 and 2. Please turn your Bible to 1 Peter chapter 1 verses 1 and 2. One of you please read that in English, please. English. Okay. Peter, an apostle of Jesus Christ, to God's elect, strangers in the world, scattered throughout Pontus, Galatia, Cappadocia, Asia, and Bithynia, who have been chosen according to the foreknowledge of God the Father, through sanctifying work of faith, for obedience to Jesus Christ, and sprinkling by His blood. Amen. Praise the Lord. ഞാൻ പെട്ടെന്ന് ഒത്തിരി കാര്യം പറയാനുണ്ട്, എന്നാൽ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. There is much I have to say, but I will go through fast. ഇവിടെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് വിശ്വാസികൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. This morning I desire to speak to you on this topic, believers chosen by God. നമുക്കറിയാം, പത്രോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ പത്രോസിനെ കുറിച്ച് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരാറുണ്ട്. When we think about Peter, a lot of things come to our mind. എന്നാൽ ആ വിഷയങ്ങളിലേക്കൊന്നുമല്ല ഞാൻ ഇന്ന് പകൽക്കാലം കടന്നു പോകാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. But that's not what I want to talk to you about this morning. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ തൻ്റെ ലേഖനം വായിക്കുന്നതായ പ്രിയപ്പെട്ടവർ വളരെ പരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ പരിശോധനയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. Now Peter has written this epistle to a bunch of people who have gone through trials and tribulations. അപ്പോൾ അത് മുഖാന്തരം ദൈവമക്കൾ പല സ്ഥലങ്ങളിലേക്കും ചെതറിപ്പാർക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. And you will learn that the children of God has been scattered across. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? പെന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന എന്നുള്ളതായ നിലയിൽ ഒരു പ്രത്യേക ഫ്രേസ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ തക്കവണ്ണം കഴിയും. And we read here they're scattered across Pontus, Galatia, Asia and Bithynia. And അപ്പോൾ അവര് സ്വന്തം നഗരങ്ങളിലല്ല പാർക്കുന്നത്, അവർ ചെതറിപ്പാർക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. And we learn that they are not in their own towns, but they've been scattered to foreign towns. അവർ സ്വന്തം നഗരത്തിൽ തന്നെ ആയിരുന്നാലും അവിടെയും അവർ അപരിചിതരെ പോലെ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് എന്ന പോലെ അല്ലെങ്കിൽ ആണ് അവരുടെ ജീവിതം അവിടെ നയിക്കപ്പെടേണ്ടത് വന്നത്. And they were even in their own native towns, they had to live like strangers. അപ്പോൾ പലപ്പോഴും സ്വന്തം നഗരങ്ങളിലാണെങ്കിൽ തന്നെയും വിശ്വാസത്തിൻ്റെതായ പേരിൽ അവർ പലപ്പോഴും അവർ അത് നിരസിക്കപ്പെടുന്നതും ത്യജിക്കപ്പെടുന്നതും തിരസ്കരിക്കപ്പെടുന്നതും ഒക്കെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. And we learn that even though they were in their own towns, they have been rejected by their folks. അപ്പോൾ വിശ്വാസത്തിൻ്റെതായ പേരിൽ അവർ പീഡിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. And we learn that they have been persecuted for their faith. അത് മുഖാന്തരം അവര് ചെതറിപ്പോകുന്നതും ചെതറിപ്പാർക്കുന്നതും അവർ ദൈവത്തെ അവിടവിടങ്ങളിലായി ദൈവത്തെ ആരാധിക്കുന്നതും നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. And we see that they have been scattered across worshiping God in different places. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നതായ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ തക്കവണ്ണമാണ് ഈ ലേഖനം ഇപ്പോൾ പത്രോസ് എഴുതുന്നത്. ഞാൻ അതിൻ്റെതായ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. And to such have Peter written them to stabilize them in the faith. And that's the background. ആമേൻ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ ചില സംഗതികളുണ്ട്. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. And let's continue to learn one by one. ആമേൻ. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, God's people are chosen by His foreknowledge. ദൈവത്തിൻ്റെതായ ജനം അവന്റെ മുന്നറിവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. And the first thing we learn is that God's people are chosen by His foreknowledge. അപ്പോൾ അവിടെ അവരെ കുറിച്ച് നമ്മൾ NIV വായിക്കുന്നത് they are God's elect. അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. And we read in the NIV version that they are God's elect. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒരു വളരെ
പ്രത്യേക തരത്തിലുള്ളതായ ഒരു സത്യത്തോടു കൂടിയാണ് ഇവിടെ പത്രോസ് തന്റെ ലേഖനം അറിയിക്കുന്നത്. And what we learn, there is a peculiar truth through which he's learned. എന്താണ് ആ പ്രത്യേക സത്യം എന്ന് ചോദിച്ചാൽ, If you ask what is that truth, നാം എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. that we are all chosen by God. ആമേൻ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ, പുത്രനായ ദൈവത്തിന്റെ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെതായ ത്രിയേക ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം നമ്മൾ ഹല്ലേലൂയ ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. We have been chosen before the foundations of earth by the Trinity itself. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസ ജീവിതം എന്ന് പറയപ്പെടുന്നത് ഒരു യാദൃച്ഛികമല്ല. Our faith is not an accident. ആമേൻ. ഹല്ലേലൂയ. അതായത് ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പ്രത്യേകമായ ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. If for calling or election in a company, there has to be a certain speciality. ആമേൻ. ഹല്ലേലൂയ. ഒരു ജോലിക്ക് തന്നെ ഒരു വ്യക്തിയെ ആമേൻ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരു യോഗ്യത ഉണ്ടായിരിക്കും. ആ യോഗ്യതയ്ക്ക് അനുസരിച്ച് അത് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. In a manner, in a corporate, a person needs to have a certain eligibility to be selected. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, യോഗ്യത എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള യോഗ്യത നമ്മുടെ അയോഗ്യത എന്നാണ്. But here what we have is our eligibility is our ineligibility. അവൻ നാം അയോഗ്യരായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ യോഗ്യരെന്നെണ്ണി നമ്മെ തെരഞ്ഞെടുത്തു. Even when we were undeserving, God saw us as deserving and selected us. അതിനെക്കുറിച്ച് പറയുന്നത്, നാം ജനിക്കുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നാണ്. And we read that even before our birth, even before the foundations of earth were laid, we were elected. നമുക്ക് എത്ര പേർക്ക് അത് സന്തോഷിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can rejoice in that? ഞാൻ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഹല്ലേലൂയ പേരിടുന്നതിന് മുമ്പേ, ഹല്ലേലൂയ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് പേരിടുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ അത് ഏറ്റവും അതിശയകരമായ കാര്യമാണ്. It is a wonderful thing to know that even before your parents named you, God had called you. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെതായ പരമ അധികാരത്തിൽ, ദൈവത്തിൻ്റെതായ ജ്ഞാനത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ച്, നമ്മെ വീണ്ടെടുത്ത്, ഹല്ലേലൂയ, നമ്മെ ഈ നിലയിലാക്കി എന്നുള്ളത് ദൈവത്തിൻ്റെതായ അവർ മുന്നറിവിന് ഒത്തായിരുന്നു. It is his foreknowledge that he saw us, he selected us, and he made us eligible. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In Galatians chapter 1 verse 5 we read this. ആമേൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം എന്നാണ് നമ്മളോട് വായിക്കുന്നത്. We read this, who gave himself for our sins to rescue us from the present evil age, according to the will of our God Father, to whom the glory forever and ever. Amen. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾ ഇന്നത്തെ ലോകത്തിൽ സ്കൂളിൽ കടന്നു പോകുന്നതായ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. And I want to give you an example through school-going kids. ആമേൻ. നിങ്ങൾ സ്കൂളിൽ കടന്നു പോകുന്നതായ സമയത്ത് നിങ്ങളുടെ ടീച്ചർ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റിനായിട്ട് ഒരു കൂട്ടം, അതായത് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു എന്ന് വിചാരിക്കുക. Imagine this, a bunch of students have been selected for a project. ആമേൻ. ഈ വിദ്യാർത്ഥികൾക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. Now these students have no idea about the project. എങ്ങനെ സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഒരു തിട്ടവുമില്ല. They have no idea what happens. ആമേൻ. ഇത് എങ്ങനെയായി തീരുമെന്നുള്ളതായി ഒരു നോളജ്, ഒരു അറിവുമില്ലാതിരിക്കുമ്പോൾ, They have no knowledge of what is going to happen. ആമേൻ, ഈ പിള്ളേരെ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ഈ ടീച്ചേഴ്സ് തെരഞ്ഞെടുത്ത് ആ ഒരു അസൈൻമെന്റ് കൊടുക്കാതിരിക്കട്ടെ. And imagine the teacher has given them an assignment. അങ്ങനെ തെരഞ്ഞെടുത്തത് ഓർക്കുമ്പോൾ തന്നെ അവരിലുള്ളതായ കോൺഫിഡൻസ് തന്നെ ആ വിദ്യാർത്ഥികളിൽ ഒരു പ്രത്യേക ധൈര്യം ഉളവാക്കി. And that confidence of being selected gives them courage. ആ ഒരു കോൺഫിഡൻസ് അവരിൽ പ്രത്യേക ധൈര്യം ഉളവാക്കി. And the confidence gives them a courage. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ മാറ്റിയിട്ട് എന്നെ ഞങ്ങളുടെ കൂട്ടത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. The fact that they were selected, not the others. ഇതുപോലെയാണ് നമുക്ക് ഇവിടെയും നമുക്ക് കാണാൻ തക്കപ്പെടാൻ കഴിയുന്നത്. And here we see in a similar manner, നാം പാപികളായിരിക്കുമ്പോൾ
ആയിരിക്കുമ്പോൾ, നാം ദോഷികളായിരിക്കുമ്പോൾ, ശാപഗ്രസ്തരായിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഹല്ലേലൂയ തന്റെ മണവാട്ടിയാകുവാൻ തക്കവണ്ണം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. While we were undeserving and sinners, God chose us to be His bride. ആമേൻ. ദൈവവചനം നമ്മൾ ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. This is what the God's word says. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we turn to Romans chapter 8, അവിടെ 29-ഉം 30-ഉം വാക്യം ഒന്ന് വായിക്കാമോ? verse 29 and 30. ദൈവം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. For God foreknew, He also predestined to be conformed to the likeness of His Son. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞവരെ ദൈവം തെരഞ്ഞെടുത്തു, മുന്നറിഞ്ഞവരെ തന്റെ ഫോർ നോളജിൽ ഹല്ലേലൂയ നോളജ് അറിവ് ഉപയോഗിച്ചിട്ട് പറയുകയാണ് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. എപ്പോൾ? ലോകസ്ഥാപനത്തിന് മുമ്പേ. And we read that even before the foundations of the earth was laid, through His foreknowledge He selected and He had them conformed to His Son. അപ്പോൾ ദൈവജനമേ, എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ തക്കവണ്ണം കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. So you and I have been selected to have the likeness of His Son Jesus. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഞാനും നിങ്ങളെ ഇന്ന് പൽക്കാലം ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ്. അതൊരു യാദൃച്ഛികമല്ല. ദൈവമായ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ ഹല്ലേലൂയ തെരഞ്ഞെടുത്ത് ഓർക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. May we praise God when we think that you and I are here this morning worshiping God because through His foreknowledge He had selected us. ആമേൻ. ഇങ്ങനെയുള്ളതായ ഒരു നോളജ്, ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ, When such a knowledge comes into our mind, ഹല്ലേലൂയ നാം പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ, when we go through trials, ആമേൻ, നമ്മൾ തീയിലൂടെ കയറി ഇറങ്ങുമ്പോൾ, when we go through the fire, ആമേൻ, നമ്മെ നിരാശപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, നമ്മെ ഒന്നുകൂടെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. it will not discourage us but it will strengthen us. ആമേൻ. ദൈവജനമേ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെതായ മുന്നറിവിൽ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് നാം തീയിൽ ചാമ്പലായി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. Because we have been selected through His foreknowledge, we will not turn to ashes in the fire. ആമേൻ. അതുപോലെ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ പറന്നു പോകുവാൻ എന്നെയും നിങ്ങളെയും ദൈവം അനുവദിക്കുകയില്ല. And He will not let us be flung when the storms of tribulations come. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ അറിവാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളും യാദൃച്ഛികമായിട്ട് വന്നതല്ല. ദൈവം നമ്മെ തന്റെ മുന്നറിവിൽ തെരഞ്ഞെടുത്തത് കൊണ്ട് ഹല്ലേലൂയ നാം ഒരിക്കലും പതറിപ്പോകേണ്ട ആവശ്യമില്ല. We are not here by accident, therefore we should not be shaken for anything. രണ്ടാമത്തെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, God's people are strangers in this world എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതായ ജനം ഈ ലോകത്തിൽ അപരിചിതരാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. Second point is God's people are not strangers in the world. എന്ന് പറഞ്ഞാൽ പരദേശികൾ, അവിടെ പാർക്കുന്ന ചെതറിപ്പാർക്കുന്ന പരദേശികൾ, എക്സൈൽസ് scattered throughout the provinces എന്നാണ് നമ്മൾ NIV-യിൽ കാണുന്നത്. What we read through NIV is they have been scattered. We are like pilgrims on this path. ആമേൻ. അവിടെ അതിനെ ഉപയോഗിച്ചിരിക്കുന്നതായ ഹല്ലേലൂയ അവിടെ ചിതറിപ്പാർക്കുന്നതായ പരദേശികൾ. And what we read is the scattered pilgrims. എന്ന് പറഞ്ഞാൽ ചിതറിപ്പാർക്കുന്നതായ അപരിചിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ. That means we are strangers who've been scattered around. അവർ എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾ ലോകത്തിലാണെങ്കിലും ലോകക്കാരല്ല എന്നാണ് ഇത് വിളിച്ച് അറിയിക്കുന്നത്. What that means is even though as Christians we are in this world, we did not belong to this world. ആ കാര്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. Let me repeat that for you. നമ്മൾ ലോകത്തിലാണ് താമസിക്കുന്നത്. We live in this world. എന്നാൽ നാം
ഈ ലോകത്തിൽ ഉള്ളവരല്ല. But we are not of this world. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരല്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. We have not been created only for this world. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ആ ജീവിതത്തെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. We have certain expectations of our life. ഹല്ലേലൂയ. പലതരത്തിലുള്ളതായ സ്റ്റാൻഡേർഡും മൂല്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. We have certain standards and values. എന്നാൽ നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ വേ ഓഫ് നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡും മനുഷ്യൻ്റെതായ അവരുടേതായ ആ സ്റ്റാൻഡേർഡിനുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. But our standards and values are vastly different from those of this world. ഈ ലോകത്തിലെ ജനത്തിന് അവരുടേതായ ഒരു മൂല്യമുണ്ട്, അവർക്ക് അവരുടേതായ ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എന്നാൽ ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ദൈവവചനം മാത്രമാണ്. The world has certain standards and values, but for you and me, it is the God's word that determines it. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഫിലിപ്പി ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ. When we turn to Philippians, this is what Paul the apostle talks about it. വളരെ പരിചയമുള്ള വേദഭാഗമാണ്. 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. And 3rd chapter, 20th verse. എന്താണ് വായിക്കാമോ? നമ്മുടെ പൗരത്വമോ എവിടെയാകുന്നു? സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. And we read, but our citizenship is in heaven, and we eagerly await a savior from there, the Lord Jesus Christ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറയാമോ? Our citizenship is in heaven. Can we say together, our citizenship is in heaven? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. Our citizenship is in heaven. നാം സ്വർഗത്തിന് വേണ്ടി ഹല്ലേലൂയ നിർമ്മിക്കപ്പെട്ടവരാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ്. We have been created for heaven. ഹല്ലേലൂയ. നാം ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം ഈ ലോകത്തിലേക്ക് കടന്നു വന്നവരും ഹല്ലേലൂയ നമ്മൾ നിത്യതയോളം നിത്യമായി നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനോടൊപ്പം നമ്മുടെ സമയം ചെലവഴിക്കുന്നവരായിരിക്കും. We are here on this earth for a finite period, but we have an eternity with him in heaven. ആമേൻ. അതിനൊരു ഒരു ഉത്തമ ഉദാഹരണമാണ് അബ്രഹാമിന്റെ ജീവിതം. And Abraham's life is one wonderful illustration. അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. And here is what we read of him. ഹല്ലേലൂയ. അവിടെ എബ്രായ ലേഖനം 12-ാം അധ്യായം 9-10 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In Hebrews chapter 11 verse 9 and 10, this is what we read. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒന്ന് അത് അടിവരയുടെ ഇടേണ്ട ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായ ഒരു കാര്യമാണ്. വാഗ്ദത്ത ദേശത്ത് എങ്ങനെ ജീവിച്ചു? അന്യദേശത്തിന് ദേശത്ത് എന്ന പോലെ ഹല്ലേലൂയ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവാസികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ എവിടെ പാർത്തുന്ന? കൂടാരങ്ങളിൽ പാർത്തു. And we read, by faith he made his home in the promised land like a stranger in a foreign country. He lived in tents. Underline the word promised land. ആമേൻ. അപ്പോൾ ദൈവമായ കർത്താവ് അവന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. God had given this promise to Abraham. എന്നാൽ ആ വാഗ്ദത്തം നിലവിലിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ താൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ. അപ്പോൾ നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Now this may be hard to imagine this, but he lived as in the promised land while he still awaited the promised land. അബ്രഹാം എവിടെയായിരിക്കുന്നത്? Where is Abraham? വാഗ്ദത്ത ദേശത്ത്. In the promised land. ആ വാഗ്ദത്ത ദേശത്തെ കുറിച്ച് അബ്രഹാമിനുള്ളതായ ചിന്ത എന്താണ്? But what does he think about this promised land? അദ്ദേഹം ചിന്തിക്കുന്നത് ഞാനൊരു അന്യദേശത്താണെന്നാണ്. But he thinks it is a foreign country. ഇതാണ് ഒരു വിശ്വാസിയുടേതായ ചിന്താഗതി ഉണ്ടായിരിക്കേണ്ടത്. This is what the believer's imagination is. നമ്മൾ ഈ അമേരിക്കയിലാണെങ്കിൽ തന്നെയും നമുക്ക് എല്ലാ ബിലോങ്ങിങ്സ് എല്ലാ കാര്യമായുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും ചിന്തിക്കണം, ഒരു ദിവസം നാം ഇട്ടേച്ചു പോകേണ്ടവരാണ്. നാം ഈ ദേശത്ത് വെറും പരദേശികളായി മാത്രം സമയം ചെലവഴിപ്പാൻ വന്നവരാണ്.
We must, even though we are in America and we have all the comforts, remember this. One day we have to leave all this and go. ആമേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടം ഭൗതികമായ വസ്തുക്കളിലല്ല ആയിരിക്കേണ്ടത്, സ്വർഗത്തിലുള്ളതിലേക്ക് വേണം നമ്മുടേതായ നോട്ടം ഹല്ലേലൂയ പതിക്കേണ്ടത്. Our focus should not be not of this world, but should be of heaven. ഹല്ലേലൂയ. നമ്മുടെ യഥാർത്ഥ ഭവനം ഇവിടെയല്ല, നമുക്കൊരു ഭവനം സ്വർഗത്തിലുണ്ട്. Our real home is not here, but our home is in heaven. നമുക്ക് അതായത് ദൈവത്തിന്റെ കരുണയാൽ നമുക്ക് പലർക്കും ഇവിടെ പാർക്കുവാൻ ഭവനമുണ്ട്, അല്ലെങ്കിൽ റെന്റിനാണെങ്കിലും ഭവനമുണ്ട്. എന്നാൽ ഒരു ദിവസം നാം ഇതെല്ലാം വിട്ടേച്ചു പോകേണ്ടവരാ. Because of His mercy, we have a house here, but one day we have to leave everything and go. ആമേൻ. അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? This is what Jesus Christ says about it. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, In John chapter 17 verse 6, ആമേൻ, കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. this is what He says. ആ ആ ആ ആ ആ ആ ആ 17:16 വായിക്കുന്നത്. 17:16. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും. ആമേൻ. അതാണ് അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. We are reading John chapter 17 verse 16. They are not of the world, even as I am not of it. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ ലൗകികനല്ല, ഞാൻ ലൗകികനല്ലാത്തതുപോലും അവര് ലൗകികന്മാരല്ല. And here's what it says, I am not of this world. ആമേൻ. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണം, പ്രതിഫലിപ്പിക്കണം. This must be reflected in our Christian life. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആമേൻ ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. I'm not saying we do not need all this in this world. കഴിഞ്ഞ രാത്രികാലം നമ്മൾ കേട്ടതുപോലെ നമ്മൾ ജോലി ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. As we heard last evening, I'm not saying we do not need jobs. നമുക്ക് വീടോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ചുറ്റുപാടുകളോ ഒന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇതൊക്കെയും ആവശ്യം തന്നെയാണ്. I'm not saying we don't need house or our circumstances. We need this in the world. എന്നാൽ ഈ ലൗകികമായതിന് പുറകെ പോയിട്ട് നമ്മൾ നിത്യമായതിനെ ഒരിക്കലും നഷ്ടമാക്കാൻ പാടില്ല. അതിന് ബാധകമായി വരുന്നത് എന്തിനേയും നമ്മൾ ത്യജിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവരായിരിക്കണം. But in pursuit of the world, let us not lose our eternity, and anything that stands in the hindrance, let us avoid it. അങ്ങനെ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലപ്പോഴും ഹല്ലേലൂയ ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ ലോകം നമ്മെ വെറും അപരിചിതരായി ഹല്ലേലൂയ പരദേശികളായി കണ്ടെന്ന് മന്നാക്കാം. The world may look at us as strangers. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ഹല്ലേലൂയ ചെന്ന് അകപ്പെട്ടിരിക്കുന്നത് ഒരു സ്ട്രേഞ്ച് വേൾഡ് എന്ന് തോന്നിക്കുമാറ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകാം. We may have experiences that make us imagine it to be a strange world. ആമേൻ. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ വീട്ടുകാരിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന് നിരസിക്കപ്പെടുന്നതായ അവസ്ഥ ഉണ്ടാകാം. We may be in circumstances that we feel rejected by everyone. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ ചിലപ്പോൾ നമ്മെ പീഡിപ്പിച്ചെന്ന് വന്നേക്കാം. Our own dear ones may persecute us. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും പരാജയത്തിൻ്റെതായ അടയാളമല്ല. But let me tell you, these are not failures. അവർ കാരണം എന്നത് ചോദിച്ചാൽ നമ്മെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗത്തിൻ്റെതായ സിറ്റിസൺസ് ആയിട്ടാണ്. നമ്മുടെ പൗരത്വമോ അവൻ സ്വർഗത്തിലാണ് എന്നുള്ളതായി വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. But we are made as citizens of heaven, and let us remember that. അവൻ മറ്റുള്ളവർ നമ്മെ അംഗീകരിച്ചില്ലാലും, മറ്റുള്ളവർ നമ്മെ കളിയാക്കിയാലും, അവർ അന്ധകാരത്തിൽ ജ്യോതിഷികളെ പോലെ ജ്വലിക്കുവാൻ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. Even if others
others humiliate us, let us be like lights in this dark world. നമ്മുടേതായ വാഗ്ദത്തം, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ലൗകിക സുഖങ്ങളിലല്ല, ദൈവിക വാഗ്ദത്തങ്ങളിലാണ്. Our hope is not in the worldly pleasures, but in the promise of word. ദൈവമേ, നമ്മുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ സർവശക്തനായ ദൈവമാണ് തന്നിരിക്കുന്നത്. അത് ഒരിക്കലും മാറുകയില്ല. Our promises are given by the Almighty God. It will never change. മൂന്നാമത് ഞാൻ പെട്ടെന്ന് ഓടിപ്പോകട്ടെ. മൂന്നാമത്തെ കാര്യം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കമണമുള്ളത്, the Spirit sanctifies us daily. ആത്മാവ് നമ്മെ അനുദിനവും വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. The third point is that the Spirit sanctifies us every day. ഈ ചിതറിപ്പാർക്കുന്നതായ പ്രിയപ്പെട്ടവരെ കുറിച്ച് പത്രോസ് ലേഖനം എഴുതുമ്പോൾ അവരെ കുറിച്ച് എടുത്തു പറയുന്നതായ ഒരു കാര്യം ഇതാണ് പറയുന്നത്, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരാണ് നിങ്ങൾ. When Peter refers to these scattered people, he talks about them be sanctified by the Spirit. അവൻ ആത്മാവിന്റെ വിശുദ്ധീകരണ പ്രവൃത്തിയിലൂടെയാണ് അവർ വിശ്വാസികളായത്. They have become believers through that sanctification. അവർ ഈ ആത്മാവിൻ്റെതായ വിശുദ്ധീകരണം എന്ന് പറയപ്പെടുന്നത് അത് വൺ ടൈം പ്രോസസ് അല്ല. And the sanctification by the Spirit is not a one-time process. അവൻ എന്ന് പറഞ്ഞ വേറെ തരത്തിൽ പറഞ്ഞാൽ സാൽവേഷൻ എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ രക്ഷ എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞകാല സംഭവം മാത്രമായിട്ട് ഒതുങ്ങുകയല്ല. Just like salvation is not something in the past. അവർ അതൊരു വൺ ടൈം ഈവന്റ് ആയിട്ട് കഴിഞ്ഞകാല സംഭവം, ഞാൻ 12 വയസ്സായിരിക്കുമ്പോൾ അല്ലെങ്കിൽ 13 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിരിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഇനി രക്ഷ നഷ്ടപ്പെടില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. Do not imagine I accepted Christ at my 10th age and I will never lose salvation. ദൈവജനമേ, നമ്മൾ ഓർക്കേണ്ടത് നാം ദൈനംദിനം ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കേണ്ടവരാണ്. Remember that we need to be washed every day by the blood of Jesus. നമ്മൾ കർത്താവിന്റെ കൃപയാൽ ഒന്ന് രക്ഷിക്കപ്പെട്ടു. We were saved by His grace. എന്നാൽ ഇന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. But we continue to be saved every day. നാം നമ്മുടേതായ ജീവിതത്തിൽ കളങ്കങ്ങൾ വരുമ്പോൾ, കറകൾ പറ്റുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ രക്തം നമ്മെ കഴുകി ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ്. When we have blots in our life, the blood of Christ washes us and leads us to purification. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ഇട്ട് നടക്കുന്നതായ വസ്ത്രത്തിൽ തന്നെ ഒരു കറ പറ്റിയാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? Now imagine this in our clothes, if there is a stain. നമ്മൾ സാധാരണ നമ്മൾ അതിനെ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൽ ഇടും അല്ലേ? We take it and put it in the washing machine. വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നതായ സംഭവങ്ങളൊക്കെ എന്തായിരിക്കും അല്ലേ? When you put it in the machine, what happens? നമ്മൾ അതിനെ കൊണ്ടിട്ടിട്ട് അതിന് വെള്ളമൊഴിക്കുന്നു, പിന്നെ അതിനകത്ത് സോപ്പ് ഇടുന്നു. ആ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ മെഷീൻ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇതിന് എന്തെല്ലാം പ്രോസസ്സാണ് ഇതിനകത്ത് നടക്കുന്നത്. We add water and detergent, and when we turn it on, what an all process അവൻ happens. അതിനായിട്ട് വല്ലാതെ ഒന്ന് സ്പിന്ന് ചെയ്യുന്നു, അതിനായിട്ട് ആകപ്പാടെ എടുത്തു ഇളക്കി മറിക്കുന്നു. ഇത് ഭയങ്കര പ്രോസസ്സിലൂടെ കടന്നുപോയിട്ട് അവസാനമാണ് അത് അതിൻ്റെതായ കറ മാറി നമുക്ക് എടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. Now this cloth is spun and it is going through a heavy process. At the end of it, it is stain free. ഇതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളും ലോകത്തിലായിരിക്കുന്നത്. In the same manner, you and I are in this world. നാം ഒന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. We were saved once. എന്നാൽ ദൈവകൃപയാൽ മനുഷ്യരെന്നുള്ളതായ നിലയിൽ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാത്ത, പൗലോസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്തതായി തിന്മ പ്രവർത്തിക്കുന്ന ഒരു നിയമം എന്നിലും നിങ്ങളിലുമുണ്ട്. Like Paul says, there is a law that I do the work that I do not desire. അത് മുഖാന്തരം നാം ആഗ്രഹിക്കാത്തതായ ചില കാര്യങ്ങൾ എൻ്റെ വാഗുകൊണ്ട്, കണ്ണുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. And this law that works in me, that I do the undesired through my eyes, through my mouth and my എന്നാൽ behavior. നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, But we have this one speciality. നാം ഏത് സമയത്തും കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ആ പാപക്ഷമ യാചിച്ചാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് കർത്താവിന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച്
ഹല്ലേലൂയ ഒരു ശുദ്ധമായ അവസ്ഥയിലേക്ക് നയിക്കുന്ന യേശുവിന്റെ രക്തം നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. And the speciality is that we can approach him at any time and be washed by his blood and be sanctified. അവൻ ഒരു ദിവസം ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും അറിയാം ഒരു ദിവസം നാം പൂർണ്ണമായി രക്ഷപ്പെടും. We know that one day we will be truly saved. അവൻ അന്ന് നമ്മളെ ഹല്ലേലൂയ കാർന്നു തിന്നുവാൻ പാപത്തിന്റെ ഒരു ശക്തിക്കും കഴിയുകയില്ല. No power of sin can that day eat into us. ഒരു സാത്താനോ അന്ധകാരത്തിൻ്റെതായ ശക്തിക്കോ എന്നെയോ നിങ്ങളെയോ പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല. No satanic power or that power of darkness can pull us back. ദൈവജനമേ നാം ദൈനംദിനം കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നവരാണ്. We must be washed by his blood every day. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മെ ആ ദൈനംദിനം വിശുദ്ധീകരിച്ച് ദൈവത്തിന് കൊള്ളാകുന്ന ഹല്ലേലൂയ പാത്രങ്ങളായി നിലനിൽക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. God has selected us to be worthy of him through the sanctification. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എങ്ങനെയാ സംഭവിക്കുന്നത്? Now how does this happen? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് പറ്റിയെന്ന് ചിന്തിക്കുക. Let us imagine we have a failure in our life. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൊണ്ട് നമുക്ക് തെറ്റ് ചെയ്യാം. As I said, could be through our words. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് പാപം ചെയ്യാം. We can sin through our eyes. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ പ്രവൃത്തി കൊണ്ട് ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. We can work in a way against the word of God. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ അത് മനസ്സിലാക്കിയിട്ടത് മാനസാന്തരപ്പെടുന്ന ഒരു മനോഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. But we must have this attitude to be come to repentance. ഹല്ലേലൂയ. നമ്മൾ അതെങ്കിൽ മുടിയൻ പുത്രനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവൻ തന്നിലേക്ക് മടങ്ങി വന്ന് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. We read about the prodigal son that he came to himself. ഇതിനായി നമ്മെ സഹായിക്കുന്നത് മറ്റാരുമല്ല എന്നോടൊപ്പം നിങ്ങളോടൊപ്പം വസിക്കുവാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇതിന് സഹായിക്കുന്നത്. And it is the helper, the Spirit of God that has been given to us. പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. We have the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കുമോ? But will you let the Holy Spirit? ദൈവാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുമ്പോൾ If we are being led by the Spirit of God, നമ്മുടെ വാക്കുകൾക്ക് നിയന്ത്രണമുണ്ടാകും. our words will be in control. നമ്മുടെ കണ്ണുകൾക്ക് നിയന്ത്രണമുണ്ടാകും. Our eyes will be in control. നമ്മുടെ പ്രവൃത്തികൾക്ക് നിയന്ത്രണമുണ്ടാകും. Our actions will be controlled. പക്ഷേ അതിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം. But for that it is important to submit to the will of the Spirit. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ കൃപയാൽ എന്നെ ദൈനംദിനം കർത്താവിന്റെ രക്തത്തിൽ കഴുകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. May we pray this way, God washes every day through your blood. ആമേൻ ഹല്ലേലൂയ. 2 പോയിന്റ്സ് ഉണ്ട്. എന്നാൽ ഞാൻ പെട്ടെന്ന് 4ാമത്തെ പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. I have 2 more, but I will wrap with the 4th point. ആമേൻ. We are called to obedience to Christ. നാം ക്രിസ്തുവിനെ അനുസരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. We are called to obedience to Christ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1ഉം 2ഉം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അനുസരണം കാണിപ്പാൻ to be obedient to Jesus Christ. അവിടെ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. And what we read there is how to be obedient to Christ. അപ്പോൾ ക്രിസ്തുവിനെ അതായത് ചെതറിപ്പാർക്കുന്ന വിശ്വാസികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ ക്രിസ്തുവിനെ അനുസരിക്കുന്നവരായിരിക്കണം. Now these scattered people, the expectation is that we are obedient to Christ. അവർ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ക്രിസ്തുവിനെ അനുസരിക്കുന്നവരായിരിക്കും. If you are truly saved, you will be obedient to Christ. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, If you are truly saved, ഞാൻ ക്രിസ്തുവിനെ എന്ന് പറയുമ്പോൾ ദൈവവചനത്തെ അനുസരിക്കുന്നവരായിരിക്കും. to obey Christ is to obey the word of God. ഞാൻ കർത്താവ് തന്നെ പറഞ്ഞു, നീ ആമേൻ അത് സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് കൽപ്പനകളെ അനുസരിക്കാതിരുന്നാൽ നമ്മൾ ആരാ?
നമ്മളെക്കുറിച്ച് ദൈവവചനം പറയും നമ്മൾ കള്ളന്മാരെന്നാണ്. The word says, if you say you love, but you do not obey, you are a liar. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ചെതറിപ്പാർക്കുന്നത് ഏത് സാഹചര്യത്തിലൂടെ കയറി ഇറങ്ങിയാലും നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. But what the word says, even though you're scattered and no matter your situation, you must be obedient. ഞാൻ വിശ്വാസി എന്ന് അവകാശപ്പെട്ടിട്ട് ദൈവവചനത്തോട് മറുതലിച്ചാണ് നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുകയില്ല. If you claim you are a believer but you are rebelling, it cannot go together. ഇത് ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. If it must go together, we must submit to him. അവർ ഈ അനുസരണം എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ സ്നേഹത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിച്ചിട്ട് ഉളവാകുന്നതായ അനുസരണമാണ്. This obedience comes through the love in Christ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, നാം ചെതറിപ്പാർക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്നതായ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മുടെ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. Even though we are scattered, we must submit to the will of God. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നാം ചെതറിപ്പാർക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ നോക്കുമ്പോൾ ചലഞ്ചസ് ധാരാളമുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ മുന്നറിഞ്ഞ കർത്താവ് ഹല്ലേലൂയ തള്ളിക്കളയാത്ത ദൈവമാണ്. Even though we are scattered, remember this, through his foreknowledge, he had selected us even before the foundations of earth were laid. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും എവിടെ പാർത്താലും കർത്താവേ എന്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ളതായി ചിന്തയോട് പാർക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. May we pray, Lord, give me this thought that every time I consider myself a citizen of heaven. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ഈ വചനങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മൾ ഒരു പാട്ട് പാടുകയും നമ്മൾ സ്തോത്രം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും.